ഹലോ എവരി വൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാനൊരു നാച്ചുറലിസ്റ്റാണ്. ഇന്ത്യയിലെ പല കാടുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 22 സംസ്ഥാനത്തെ പലതരത്തിലുള്ള കാടുകളിൽ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ ഇന്ത്യയിൽ, സെൻട്രൽ ഇന്ത്യയിൽ, മധ്യപ്രദേശിൽ ഞാനൊരു 14 വർഷം പലതരം കാടുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാടുകളിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു നാച്ചുറലിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. നാച്ചുറലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ഓപ്പൺ ജീപ്പിൽ വണ്ടി ഓടിച്ച് കാട്ടിൽ പോയിട്ട് ആനിമൽസിനെ ട്രാക്ക് ചെയ്യുന്ന, ടൈഗറിനെയും പുലിയെയും സ്ലോത്ത് ബെയറും ഗോറും അങ്ങനെയുള്ള പലതരത്തിലുള്ള ആനിമലിനെ ട്രാക്ക് ചെയ്യുന്ന ജോലിയായിരുന്നു. അപ്പോൾ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ കുറേ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കഥ പറയാൻ പോകുന്നത് സെൻട്രൽ ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാടുണ്ട്, കൻഹ നാഷണൽ പാർക്ക്. കൻഹ നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേയേറെ മെഡോസ് ഉണ്ട്. മെഡോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പണ്ട് ഗ്രാമപ്രദേശത്തെ ആളുകൾ ജീവിച്ചിരുന്നുകൊണ്ടിരുന്ന കാടാണ്. അപ്പോൾ ആ ഒരു ഗ്രാസ് ലാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രാസ് ലാൻഡിൽ നിന്ന് ഇത് ടൈഗർ റിസർവായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ അവരെ വെളിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ ഗ്രാസ് ലാൻഡ് ഭയങ്കര ആനിമൽസ് ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. കുറേയേറെ സ്പോട്ടഡ് ഡിയറും സ്വാം ഡിയറും എന്ന് പറഞ്ഞ് ബാരാസിംഗ എന്ന് പറഞ്ഞൊരു ഡിയറുണ്ട്, പിന്നെ ഗോർ, ഇങ്ങനെ കുറേയേറെ ആനിമൽസിനെ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കും. പിന്നെ സാൽ ഫോറസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മൊണോട്ടോണസ് ആയിട്ട് വളരുന്ന കുറേയേറെ ടോളായിട്ടുള്ള ട്രീ ആണ്. അപ്പോൾ സാൽ ഫോറസ്റ്റ് ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാടാണ്. അപ്പോൾ ഇത് 2016 നവംബർ 15 ഈ കഥ ഉണ്ടാണ്. കഥയെന്ന് പറഞ്ഞാൽ ഉണ്ടായ സംഭവമാണ്. ടൈഗറിൻ്റെ ഒരു സൈറ്റിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അന്ന് ഞാനായിരുന്നു ആദ്യം കാട്ടിൽ, എൻ്റെ വണ്ടിയായിരുന്നു ആദ്യത്തെ സഫാരിക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പം രാവിലെ എൻട്രി ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ വണ്ടിയാണെങ്കിൽ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കടുവ റോഡിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഡസ്റ്റ് അധികം കാണത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പരമാവധി കാട്ടിൽ ആദ്യത്തെ വണ്ടി തന്നെ എൻട്രി ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മുക്കി സോണിൽ നിന്ന് കാന സോണിലോട്ടാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഇത് ഓൾമോസ്റ്റ് 1 മണിക്കൂറും 15 മിനിറ്റും ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോകണം. അപ്പം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ ഒറൈ എന്ന് പറഞ്ഞൊരു മെഡോ ഉണ്ട്, വലിയൊരു ഗ്രാസ് ലാൻഡ്, പിന്നെ ഒരു ബിഷൻപുര എന്ന് പറഞ്ഞ ഗ്രാസ് ലാൻഡ് ഉണ്ട്. ഇതൊക്കെ കടന്നിട്ട് നക്തിഘാട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കുറേയേറെ മുളകൾ, ബാമ്പുകൾ തിങ്ങി നിറയ്ക്കുന്ന ചെറിയൊരു മൗണ്ടൻ പോലുള്ള സ്ഥലത്തൊക്കെ ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് കാന ഗ്രാസ് ലാൻഡ് എത്തി. ഇപ്പോൾ കാന ഗ്രാസ് ലാൻഡ് ഒരു പ്രത്യേകത, അവിടെ ഒരു 4-5 ടൈഗേഴ്സ് സ്ഥിരമായിട്ട് റോം അറൗണ്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ടൈഗർ സൈറ്റിംഗ് എന്തായാലും കാണാൻ സാധ്യതയുണ്ടെന്ന്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കാന ഗ്രാസ് ലാൻഡിൻ്റെ വലത്തോട്ട് പോകുന്നൊരു റോഡുണ്ട്, ബൈസൺ റോഡ്. പിന്നെ തൊട്ടപ്പുറത്തെ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലർഹൈഡ് റോഡെന്ന് പറയും. അപ്പോൾ ഷാലർഹൈഡ് റോഡിൽ കൂടെ സ്പോട്ടഡ് ഡിയറിൻ്റെ ഭയങ്കരമായിട്ട് അലാം കോൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ കണ്ടു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീമെയിൽ ടൈഗർ. ഞങ്ങൾ ആ സമയത്ത് അതിനെ വിളിച്ചിരുന്ന T65 നീലം എന്ന് പറഞ്ഞൊരു ടൈഗറായിരുന്നു. അത് നടന്നിങ്ങനെ ബൈസൺ റോഡിൻ്റെ അങ്ങോട്ട് വരുന്ന ഇതാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വണ്ടി തിരിച്ച് ബൈസൺ റോഡിൻ്റെ അവിടെ വന്നു. അപ്പോൾ ബൈസൺ റോഡിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കിന് ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. എൻ്റെ വണ്ടിയുടെ പുറകിൽ ഒരു 3 വണ്ടികളോട് പാർക്ക് ചെയ്തു. ഗസ്റ്റുകളെല്ലാം വന്ന് ഞങ്ങൾ ക്വയറ്റായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം ടൈഗർ അവിടെ നിന്ന് പതിയെ നടന്നു വരുന്നുണ്ട്. അപ്പം വിൻ്ററാണ്, നവംബർ മാസത്തിൽ മോർണിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ മോർണിംഗ് ലൈറ്റ്. ഗ്രാസ് ലാൻഡൊക്കെ നല്ല റെഡ് കളറുള്ള ഗ്രാസൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്, ചെറിയ ഗ്രാസ് ലാൻഡ്. അപ്പോൾ ടൈഗർ നന്നായിട്ട് വന്നപ്പോൾ വണ്ടിയായിട്ട് അത്ര ഇടപഴകി പരിചയമുള്ള ടൈഗർ. അപ്പോൾ വണ്ടിയുടെ തൊട്ടടുത്തൂടെ തന്നെ നടന്നിട്ട് അത് അടുത്ത് വന്നിരുന്നു. ഒരു 30 മീറ്റർ വണ്ടിയുടെ മാറിയിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പടങ്ങൾ എടുക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ ക്യാമറയൊക്കെ എടുത്തിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ടൈഗർ കുറച്ച് നേരം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, പിന്നെ ഇരിക്കണുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് കുറേ സമയമായിട്ട് നമ്മുടെ നാട്ടിൽ കരിയിലക്കിളി എന്ന് പറയുന്ന പക്ഷികളില്ലേ, ജംഗിൾ ബാബ്ലർ കുറേയേറെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 10 മീറ്റർ മാറിയിട്ട് എൻ്റെ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ നിന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അപ്പോഴാണ് എൻ്റെ വണ്ടിയുടെ പുറകിൽ നിന്ന് നമ്മുടെ സുഹൃത്തുണ്ട് നാരായൺ എന്ന് പറഞ്ഞ്, ഞങ്ങൾ നാരാന്ന് വിളിക്കുന്ന നാരായൺ. അവൻ താജ് സഫാരീസിലെ നാച്ചുറലിസ്റ്റാണ്. അവൻ പെട്ടെന്ന് എനിക്ക് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഡേവിഡ്, ദർ ഇസ് എ സ്പോട്ട് ബെല്ലിഡ് ഈഗിൾ ഔൾ സിറ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഔളാണ് സ്പോട്ട് ബെല്ലിഡ് ഈഗിൾ ഔൾ. നല്ല സൈസുള്ളൊരു ഔളാണ്, അത് നിലത്തിരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഒരു 10-100 ടൈഗറിൻ്റെ സൈറ്റിംഗ് കണ്ടാലാണ് ഒരു പക്ഷേ ഈ ഈഗിൾ ഔളിനെ കാണാൻ പറ്റും. അത് പ്രത്യേകിച്ച് പകൽ സമയത്ത് കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡായി ഗസ്റ്റിനോട് പറഞ്ഞു, ലുക്ക് അറ്റ് ദാറ്റ് ഔൾ, ഇറ്റ് ഈസ് വെരി എക്സ്ട്രീംലി റെയർ ടു സീ, വളരെ റെയറാണ്, പറ്റുമെങ്കിൽ അതിൻ്റെയൊക്കെ പടം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗസ്റ്റ് എനിക്കിട്ട് നോക്കി, പിന്നെ അവർ ഔളിനെ നോക്കി, പിന്നെ തിരിച്ച് എന്നെ നോക്കി. അവർ ഔളിനെ ഇഗ്നോർ ചെയ്ത് എല്ലാവരും ടൈഗറിൻ്റെ ഫോട്ടോയും പടം എടുക്കാൻ തുടങ്ങി, ടൈഗറിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഞാനും ഒരു പക്ഷേ നാരയും മാത്രമാണ് 2 പേര് തിരിഞ്ഞ് നിന്നിട്ട് ഔളിൻ്റെ ഫോട്ടോയും എടുക്കണോ, ഔളിനെ ഒബ്സർവ് ചെയ്യുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ടൈഗർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. കാരണം ബാബ്ലേഴ്സ് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വലത്ത് വശത്ത്, കരിയിലക്കിളികൾ ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ടൈഗർ എന്താ ചെയ്യുന്നത്, ടൈഗർ എഴുന്നേറ്റിട്ട് ഔളിൻ്റെ നേരെ റോഡ് ക്രോസ് ചെയ്ത് പതിയെ ഔളിൻ്റെ നേരെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഔളിൻ്റെ നേരെ നടക്കുമ്പോഴത്തേക്കിനും ഞാനും നാരെ പറയാൻ തുടങ്ങി, നോ, ഡോണ്ട് കിൽ ദ ഔൾ. ഇപ്പം ഔളിനെ കൊല്ലരുത്. കാരണം ഔളെന്ന് പറയാൻ ഭയങ്കര പ്രഷ്യസാണ്. നമുക്ക് ടൈഗറിന് പിന്നെ സൈറ്റിംഗ് കിട്ടും, പക്ഷേ ഔളെന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറായിട്ടുള്ള സൈറ്റിംഗാണ്.
പക്ഷേ അവൾ പതിയെ അവിടെ നിന്ന് അകത്തിരിപ്പുണ്ട്. അപ്പോൾ ടൈഗർ പതിയെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി 10 മീറ്റർ 5 മീറ്റർ 2 മീറ്ററൊക്കെ അടുത്ത് ചെന്നപ്പോഴത്തേക്കിന് നമുക്കൊരു കാര്യം അറിയത്തില്ലായിരുന്നു. ഈ അവൾ ആക്ച്വലി ഒരു വലിയ പീക്കോക്കിനെ മയിലിനെ കൊന്ന് തിന്നിട്ട് അതിനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ 2 മീറ്റർ അടുത്ത ഈ കടുവ എത്തിയപ്പോഴത്തേക്കിന് പെട്ടെന്നാണ് അവൾ ഈ കടുവയെ കണ്ടത്. അപ്പം അവൾ പെട്ടെന്ന് പറന്നു പൊങ്ങി. അപ്പം ഈ പീക്കോക്ക് അതിൻ്റെ കാലിൽ ടാലൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം പറന്നു പൊങ്ങുമ്പോൾ സമയത്താണ് ടൈഗർ നിലത്തുനിന്ന് ഒറ്റ ചാടിയിട്ട് അവളിനെ ഒറ്റ അടി അടിച്ചു. നിലത്തുനിന്ന് ഒറ്റ ലീപ്പും ഒറ്റ അടിയപ്പം അതിൻ്റെ വിങ് ബ്രോക്കണായിട്ട് നിലത്തോട്ട് 10 താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ടൈഗർ ചെന്നിട്ട് ഈ പീക്കോക്കിനെ എടുത്തിട്ട് പതിയെ കാടിനകത്തോട്ട് നടന്നുപോയി. അപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര സ്റ്റക്കായിട്ടിരുന്നു. കാരണം ഇങ്ങനൊരു സൈറ്റിംഗ് ഇന്നേവരെ കണ്ടിട്ടില്ല. കാരണം പറന്നു പൊങ്ങുന്ന ഒരു അവളിനെ നിലത്തുനിന്ന് ചാടി ഒരൊറ്റ അടിക്ക് അവളിനെ നിലത്തടിച്ചിട്ടിട്ട് അതിൻ്റെ കാലിലുണ്ടായിരുന്ന പീക്കോക്കിനെ എടുത്തുകൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. ഞങ്ങൾ കാടിനകത്തോട്ട് ടൈഗർ നടന്നു പോകുന്ന ഇത് കണ്ട്. ഈ കഥ എനിക്കൊരു 3 വയസ്സുള്ളൊരു മോളുണ്ട്, തുമ്പി എന്ന് വിളിക്കുന്നൊരു മോള്. അവൾക്ക് ഞാൻ എപ്പോഴും ഈ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് പറയുമ്പോഴത്തേക്കും ഇത് കഴിയുമ്പോഴത്തേക്കും അവളൊരു കാര്യം ആഡ് ചെയ്യാറുണ്ട്. അവൾ പറയും, ഡാഡി ഈ ടൈഗർ പിന്നെ തിരിച്ചു വന്നിട്ട് അവളിൻ്റെ വിങ് ഫിക്സ് ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ അവൾ പറന്നു പോയെന്ന് അവളിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാനും ആ കഥ വിശ്വസിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ പക്ഷേ വിങ് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു അവളിനെ ഒരിക്കലും പറക്കാൻ പറ്റില്ല. അതൊരു പക്ഷേ കടുവ തിരിച്ചു വന്നിട്ട് ഈ അവളിനെ കൊന്നു കാണും. 1 മണിക്കൂർ വരെ ഞങ്ങൾ അവിടെ നിന്ന് വാച്ച് ചെയ്തു. പക്ഷേ എന്നിട്ടും കടുവ തിരിച്ചു വന്നില്ല. പക്ഷേ അവൾ അപ്പോഴും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈറ്റിംഗ് ആയിരുന്നു. ഇങ്ങനെയുള്ള കഥകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. കീപ്പ് വാച്ചിങ്. താങ്ക് യു.